നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡ്രൂ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പള്ളി KFRIക്ക് സമീപം കടുവയിറങ്ങിയതായി അഭ്യൂഹം, സ്ഥിരീകരിക്കാതെ വനം വകുപ്പ്. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കല്ലേലി സജീവന്റെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. പുതുക്കാട് മേഖലയിലെ വിവിധയിടങ്ങളിൽ നിന്നും അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സുകളും കൊടിത്തോരണങ്ങളും പുതുക്കാട് പഞ്ചായത്ത് നീക്കം ചെയ്തു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. പറപ്പൂക്കര, അളഗപ്പനഗർ KSEB ഓഫീസുകൾക്ക് മുൻപിൽ മാർച്ച് നടത്തി. പുതുക്കാട് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് സ്വാമിയാർകുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂജാ മഹോത്സവം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പള്ളിയിൽ കടുവയിറങ്ങിയതായി അഭ്യൂഹം. പാലപ്പള്ളി KFRIക്ക് സമീപമാണ് വഴിയാത്രക്കാർ കടുവയെ കണ്ടതായി പറയുന്നത്. അതേസമയം വനംവകുപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. റോഡ് മുറിച്ച് കശുമാവിൻ തോട്ടത്തിലേക്ക് കടുവ ചാടിയതായാണ് പ്രദേശവാസികളായ വഴിയാത്രക്കാർ പറയുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 6:30യോടെയാണ് സംഭവം. പ്രദേശവാസികൾ വനംവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കടുവയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ നിരീക്ഷണ ക്യാമറയും പിടികൂടാൻ കൂടും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംഭവത്തിൽ കൂടുതൽ പരിശോധന നടത്താനുള്ള നീക്കത്തിലാണ് വനംവകുപ്പ്. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കല്ലേലി സജീവന്റെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. വാഴകളും കവുങ്ങുകളും നശിപ്പിച്ച ആനക്കൂട്ടം പുലർച്ചെയോടെയാണ് പോയത്. പ്രദേശത്ത് മാസങ്ങളായി ആനശല്യം രൂക്ഷമാണെന്നും പുഴ കടന്നെത്തുന്ന ആനകൾ ജനവാസ മേഖലയിലെ പറമ്പുകളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു. ആനക്കൂട്ടം പറമ്പുകളിൽ എത്തുന്നത് വീട്ടുകാർ അറിയുന്നുണ്ടെങ്കിലും ആക്രമണ ഭീതിയിൽ ആരും പുറത്തിറങ്ങാറില്ല എന്നും നാട്ടുകാരെയും കർഷകരെയും സംരക്ഷിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. അതിരപ്പള്ളിയിൽ 2 കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ 14-ലും 15-ലും ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിയ കാട്ടാന സ്റ്റേഷൻ വളപ്പിലെ തെങ്ങിലെ പട്ടയും കരിക്കും ഭക്ഷിച്ച് മടങ്ങി. ചൊവ്വാഴ്ച വൈകിട്ടാണ് അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. ജനവാസ മേഖലകളായ വെറ്റിലപ്പാറ 14-ലും 15-ലും ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇറങ്ങിയ കാട്ടാനകളാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. വെറ്റിലപ്പാറ സ്വദേശികളായ മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ കൃഷിനാശം വരുത്തിയത്. തെങ്ങും കവുങ്ങും വാഴയും ഉൾപ്പെടെയുള്ള വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു. കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ കർഷകന് നേരെ ആക്രമണം അഴിച്ചുവിടാനും കാട്ടാന ശ്രമിച്ചു. ഓടി മാറിയതിനാൽ അപകടം ഒഴിവായെന്ന് കർഷകർ പറയുന്നു. കൃഷി നശിപ്പിച്ച ശേഷം കാട്ടാനകൾ സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിൽ ഏറെ നേരം നിലയുറപ്പിച്ചു. ആനയെ തുരത്താൻ ശ്രമിച്ച പ്ലാന്റേഷൻ ജീവനക്കാർക്ക് നേരെയും ആന തിരിഞ്ഞു. തോട്ടം തൊഴിലാളികളുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ 8:30യോടെയാണ് കാട്ടാനകളെ കാട് കയറ്റാൻ ശ്രമിച്ചത് കഴിഞ്ഞത്. അതേസമയം അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലും കാട്ടാന എത്തി. ബുധനാഴ്ച രാവിലെ 7:30യോടെയാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാന സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തേക്ക് എത്തിയത്. സ്റ്റേഷൻ വളപ്പിൽ നിലയുറപ്പിച്ച ആന അവിടെയുണ്ടായിരുന്ന തെങ്ങിൽ നിന്ന് പട്ടയും കരിക്കും ഭക്ഷിച്ചു. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ശബ്ദമുണ്ടാക്കിയാണ് ആനയെ തുരത്തിയത്. അതിരപ്പള്ളി വനമേഖലയിൽ നിന്നും ചാലക്കുടി പുഴ കടന്ന് ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന ആനക്കൂട്ടത്തെ തടയാൻ വനാതിർത്തിയിൽ വൈദ്യുത വേലി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പുതുക്കാട് മേഖലയിലെ വിവിധയിടങ്ങളിൽ നിന്നും അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സുകളും കൊടിത്തോരണങ്ങളും പുതുക്കാട് പഞ്ചായത്ത് നീക്കം ചെയ്തു. അനധികൃതമായി ഫ്ലക്സുകളും കൊടിത്തോരണങ്ങളും സ്ഥാപിച്ചവർക്കെതിരെ പിഴ ഈടാക്കുകയും ചെയ്തു. ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കുന്നവർക്കെതിരെ 5000 രൂപ വരെ പിഴ ഈടാക്കുന്നതും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുന്നതുമാണെന്ന് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു.
വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ മഹിളാ കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അളഗപ്പ നഗർ KECB ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റീന ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജോസഫ് അധ്യക്ഷയായിരുന്നു. വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജയശ്രീ സോമൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജയശ്രീ സോമൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ലൈസ ലിജോ, മുൻ ബ്ലോക്ക് അംഗം ജോളി എന്നിവരും തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധിനി രാജീവൻ, മഹിളാ കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് ലിസി ജോൺസൺ എന്നിവരും സന്നിഹിതരായിരുന്നു. കേരളത്തിന്റെ ഭരണം എവിടെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ നോക്കിക്കാണുമ്പോഴാണ് രാജ്യം 10 വർഷം കഴിഞ്ഞ് 11ാം വർഷത്തിലേക്ക് ഒരു മൂന്നാമത്തെ തുടർഭരണത്തിലേക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടം അതിന്റെ ഭരണം കൈയാളുമ്പോൾ രാജ്യത്തിന്റെ മുക്കുമൂലകളെന്ന് വേണ്ട മുച്ചൂടും ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ അടിയറ വെച്ച ഒരു ഭരണകൂടമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ മറ്റൊരു പതിപ്പായി കൊണ്ട് മറ്റൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്ന് പറയുന്ന രീതിയിൽ 8 വർഷക്കാലത്തോളമായി രാജ്യത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ വിരുദ്ധ ശക്തികളെന്ന് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റി KECB പറപ്പൂക്കര സെക്ഷൻ ഓഫീസിന് മുന്നിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജീസ് നെല്ലായി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ, കോൺഗ്രസ് നേതാക്കളായ M ശ്രീകുമാർ, TD വാസുദേവൻ, യോഹന്നാൻ, KN രാജൻ, സത്യൻ പാട്ടത്തിൽ, വിജയരാഘവൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സിൻഡോ പയ്യപ്പള്ളി, ജ്യോതിസ് പ്രതാപ്, അജിമോൾ, സിനോജ് എന്നിവർ സംസാരിച്ചു. പുതുക്കാട് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് കെമിസ്റ്റ് വൈസ് പ്രസിഡന്റ് AN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ KO പാപ്പച്ചൻ അധ്യക്ഷനായിരുന്നു. മുതിർന്ന മെഡിക്കൽ സ്റ്റോർ ഉടമ ദേവസി മോയലനെ ചടങ്ങിൽ ആദരിച്ചു. KH ഗോപികയെ അനുമോദിക്കുകയും ചെയ്തു. ജനറൽ കൺവീനർ ജൂജു ജോസഫ്, AKCDA ജില്ലാ പ്രസിഡന്റ് സുരേഷ് വാര്യർ, ജനറൽ സെക്രട്ടറി രാജേഷ്, ട്രഷറർ ഗ്രിഗറി ഫ്രാൻസിസ്, ഗായത്രി ഷൺമുഖൻ, ജീജ കുട്ടൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. അത് സത്യമാണ്. പക്ഷേ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ 15-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കേരളത്തിലെ എല്ലാ സംഘടനാ പ്രവർത്തകരും കൂടിയിരുന്നിട്ട് ഇതാണ് ചർച്ച ചെയ്തത്. പുതുക്കാട് വടക്കേത്തുറവ് സ്വാമിയാർക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂജാ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമവും കാവടി പൂജ, നവകം, പഞ്ചഗവ്യം, കാഴ്ചശീവേലി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഉച്ചയ്ക്ക് നടന്ന കാവടിയാട്ടം വർണ്ണാഭമായി. വൈകിട്ട് കാഴ്ചശീവേലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ക്രിസ്മസ് ട്രീകൾ. എന്നാൽ എന്നു മുതലാണ് ക്രിസ്മസ് ട്രീകൾ ആഘോഷത്തിന്റെ ഭാഗമായത്? ക്രിസ്മസ് ട്രീകളുടെ ചരിത്രത്തിലേക്ക്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ക്രിസ്മസ് ട്രീകൾ. എന്നാൽ എന്നു മുതലാണ് ക്രിസ്മസ് ട്രീകൾ ആഘോഷത്തിന്റെ ഭാഗമായത്? ക്രിസ്മസ് ട്രീകളുടെ ചരിത്ര ലോകത്തിലേക്കാണ് ഇനി. ക്രിസ്മസ് ട്രീയുമായി ബന്ധപ്പെട്ട നിരവധി കഥകളാണുള്ളത്. മഞ്ഞുകാലത്ത് മരങ്ങൾ കൊണ്ടുവന്ന് അലങ്കരിക്കുന്ന പതിവ് ക്രിസ്മസ് ആചരിച്ചു തുടങ്ങുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. കൊടും മഞ്ഞുള്ള യൂറോപ്യൻ പ്രദേശങ്ങളിൽ അവർ നേരത്തെ തന്നെ കാട്ടിൽ നിന്ന് വിറകും മരങ്ങളും ശേഖരിക്കുക പതിവായിരുന്നു. കൊടും തണുപ്പിനെ നേരിടാൻ വേണ്ടിയായിരുന്നു അത്. പിന്നീട് അത് ക്രിസ്മസിന്റെ ഭാഗമായി മാറി. 1605-ലാണ് ക്രിസ്മസ് ട്രീ എന്ന പതിവ് തുടങ്ങിയത്. പശ്ചിമ ജർമ്മനിയിലെ സ്ട്രാസ്ബർഗാണ് ക്രിസ്മസ് ട്രീയുടെ ജന്മനാട്. ചെറിമരങ്ങളിൽ വർണ്ണ കടലാസുകളും ബലൂണുകളും നക്ഷത്ര വിളക്കുകളും തൂക്കി. ആദ്യ ക്രിസ്മസ് ട്രീ അങ്ങനെ ഏറ്റവും ലളിതമായി പിറന്നു. ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലാണ് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമുള്ള സമ്മാനപ്പൊതികൾ കരുതി വയ്ക്കുക. 19-20 നൂറ്റാണ്ടുകളായപ്പോഴേക്കും ഇന്ത്യയിലേക്ക് പാശ്ചാത്യ മിഷണറിമാർ ക്രിസ്മസ് ട്രീ എത്തിച്ചു. പ്ലാസ്റ്റിക്കും മറ്റു കൃത്രിമ വസ്തുക്കൾ കൊണ്ടും ക്രിസ്മസ് ട്രീകൾ ലഭ്യമാണ്. ഇന്ന് ക്രിസ്മസ് കാലം ആകുമ്പോഴേക്കും മിക്കവരും വീടുകളിൽ അലങ്കരിച്ചു വെക്കുന്നത് പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീ ആണ്. വിദേശ രാജ്യങ്ങളിൽ ക്രിസ്മസ് ട്രീ നട്ടുവളർത്തുന്നത് വലിയ ബിസിനസ്സാണ്. ഫിർ എന്ന പേരുള്ള മരങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ട്രീയായി ഉപയോഗിക്കുന്നത്.
ഫിർ, പൈൻ മരങ്ങളാണ് പ്രധാനമായും ക്രിസ്മസ് ട്രീയായി ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ വിവിധ തരത്തിലുള്ള ട്രീകളുണ്ട്. ഡഗ്ലസ് ഫിർ, നോബിൾ ഫിർ, ഫേസർ ഫിർ, ബാൾസം ഫിർ എന്നിങ്ങനെ പലതരമുണ്ട്. പൈൻ മരത്തിൽ സ്കോച്ച് പൈൻ, വെർജീനിയൻ പൈൻ എന്നീ മരങ്ങളും ക്രിസ്മസ് ട്രീയായി ഉപയോഗിക്കുന്നു. ക്രിസ്മസ് രാത്രിയിൽ ദേവാലയങ്ങളിലും വീടുകളിലും ഒരേപോലെ ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട്. പിന്നീട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോടെ നമ്മുടെ നാട്ടിലേക്കും ക്രിസ്മസ് ട്രീ എത്തി. ക്രിസ്മസിന് 4 ആഴ്ച മുൻപുള്ള ഞായറാഴ്ച അലങ്കരിച്ചു വെക്കുന്ന ക്രിസ്മസ് ട്രീ ക്രിസ്മസ് കഴിഞ്ഞ 12 ദിവസത്തിന് ശേഷം എടുത്തു മാറ്റണമെന്നും ചിട്ടയുണ്ട്. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളി വികാരി ഫാദർ ജോൺ വേഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് CG രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ PS ഉഷ, ട്രസ്റ്റ് സെക്രട്ടറി EN ശശി, ട്രഷറർ KU ദിവ്യപ്രകാശൻ, വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി OC വിജയൻ, വൈസ് പ്രിൻസിപ്പൽ VR അനു, ക്ഷേമസമിതി പ്രസിഡന്റ് സഞ്ജു സുബി, മാതൃസമിതി പ്രസിഡന്റ് ബിന്ദു ഗോപിനാഥ്, സാംസ്കാരിക സമിതി പ്രസിഡന്റ് സൗമി സണ്ണി എന്നിവർ സന്നിഹിതരായി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഉണ്ടായിരുന്നു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമായ എസ്ട്രല്ല ഈവ് വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 5:30 KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി സന്നിഹിതയാകും. മേള കലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യപ്രതിഭ കൊടകര സജി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത് അധ്യക്ഷത വഹിച്ചു. പൂനിലാർക്കാവ് ദേവസ്വം ഭരണസമിതി അംഗവും റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറുമായ BS വത്സകുമാർ സജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് കൊളായിൽ വേണുഗോപാൽ, ജോയിന്റ് സെക്രട്ടറി വിജിൽ R മേനോൻ, ട്രഷറർ അരുൺ പാലാഴി, PD അനൂപ്, സുരേഷ് ശിവരാമൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NHM ജീവനക്കാർ സൂചനാ പണിമുടക്ക് നടത്തി. NH എംപ്ലോയീസ് ഫെഡറേഷൻ CITയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് അരിയർ ഉടൻ ലഭ്യമാക്കുക, പ്രസവാവധി നൽകുന്നതിലെ സാങ്കേതികത്വം പരിഹരിക്കുക, എല്ലാ ജീവനക്കാർക്കും PF ആനുകൂല്യം ലഭ്യമാക്കുക, ദിവസവേതന ജീവനക്കാരെ കരാർ ജീവനക്കാരായി മാറ്റുക, സമഗ്രമായ HR നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. എല്ലാ ജില്ലാ സമര കേന്ദ്രങ്ങളിലേക്കും ജീവനക്കാർ മാർച്ചും ധർണയും നടത്തി. തൃശൂരിൽ NHM ഓഫീസിൽ നിന്നും DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടെ നിരവധി ജീവനക്കാർ പങ്കെടുത്തു. DMO ഓഫീസിൽ നടന്ന ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കിരൺ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മീര നിമേഷ്, ജില്ലാ സെക്രട്ടറി CC പോൾ, CITU തൃശൂർ ഏരിയ സെക്രട്ടറി T സുധാകരൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ നടുവിൽ മഠം സ്വാമിയാർ അച്യുതഭാരതി സ്വാമിയാരെ മണലി രാമപുരം ശ്രീ രാമക്ഷേത്രത്തിൽ പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ചു. വച്ച നമസ്കാരത്തോടെയായിരുന്നു ചടങ്ങ്. ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളാണ് താലപ്പൊലിയോടെ സ്വീകരിച്ചത്. അച്യുതഭാരതി സ്വാമിയാർ ഭിക്ഷ സ്വീകരിച്ച ശേഷം അനുഗ്രഹ പ്രഭാഷണം നടത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊരേച്ചാൽ ശ്രീ ദുർഗാ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് കോടാലി ദേശം ആൽത്തറ സെറ്റ് ആഘോഷ കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചു. കോടാലി ദേശം ആൽത്തറ സെറ്റ് ട്രഷറർ ഗിരീഷ് കുമാർ മാട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PS നിതിൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനീഷ് V പ്രേം സന്നിഹിതനായിരുന്നു. ജനുവരി 10 തൃക്കാർത്തിക മഹോത്സവം. തൃക്കാർത്തിക ദിനത്തിൽ കോടാലി ദേശം ആൽത്തറ സെറ്റിൽ വിവിധ കലാരൂപങ്ങളായ റെഡ് തെയ്യം, ദഫ്മുട്ട്, സൂഫി ഡാൻസ്, അറബിക് നൃത്തം, മാലാഖ നൃത്തം, ഗരുഡ നൃത്തം, ചൈനീസ് തെയ്യം, തെയ്യാട്ടം, നാഗനൃത്തം, കാളി നൃത്തം, നാഗവേഷം, പേപ്പർ ഗൺ, ഈഗിൾ ഡാൻസ് എന്നിവ ഉണ്ടാകും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7135, പവന് 57,080 രൂപ. കല്ലൂർ കോട്ടായി ചേർപ്പുകാരൻ പരേതനായ പ്രഭാകരൻ ഭാര്യ മുഖാമി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സത്യൻ, ഭാർഗവൻ, ബീന, ഷൈനി, പരേതരായ സജീവൻ, പവിത്രൻ എന്നിവർ മക്കളും. ശോഭ, ജയശ്രീ, സജിത, രാജൻ, സുരേഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
പാലപ്പള്ളി KFRIക്ക് സമീപം കടുവയിറങ്ങിയതായി അഭ്യൂഹം, സ്ഥിരീകരിക്കാതെ വനം വകുപ്പ്. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കല്ലേലി സജീവന്റെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. പുതുക്കാട് മേഖലയിലെ വിവിധയിടങ്ങളിൽ നിന്നും അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സുകളും കൊടിത്തോരണങ്ങളും പുതുക്കാട് പഞ്ചായത്ത് നീക്കം ചെയ്തു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. പറപ്പൂക്കര, അളഗപ്പനഗർ KSEB ഓഫീസുകൾക്ക് മുൻപിൽ മാർച്ച് നടത്തി. പുതുക്കാട് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് സ്വാമിയാർകുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂജാ മഹോത്സവം ആഘോഷിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.